ചേട്ടാ പടം ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടോ? ഓ സൂപ്പർ, ഫാമിലിയായിട്ടൊക്കെ ചെയ്യും. സഞ്ചരിക്കുന്നു പറയുന്നത് ഈ സിനിമ മെയ്യഴുകെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോ സീനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം ഗോവിന്ദസ്തയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കിടില മ്യൂസിക് കാർത്തി സാർ ആയിക്കോട്ടെ, അരവിന്ദ് സ്വാമി സാർ ആയിക്കോട്ടെ, എല്ലാവരും ഗംഭീര പ്രകടനം. സത്യം പറഞ്ഞാൽ അവിടെ തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് ഇതിന് അല്പം ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആ ഒഴുക്കിനോടൊപ്പം നമ്മളും ആ നാട്ടിൻപുറവും അവരുടെ ജീവിതവും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന വേറൊരു ഫീല് തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് മെയ്യഴകൻ. ഓവർ കോമഡി ഒന്നുമല്ല, ഫാമിലി ഇമോഷൻസിനെ വാല്യൂ ചെയ്യുന്ന നമ്മൾ സ്ഥിരം നമ്മൾ എപ്പോഴെങ്കിലും 96 ഒന്ന് ഫിലിം പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയി നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുന്നത്. സിനിമ ഏതായാലും ഇത്രയും വർഷത്തിന് ശേഷം പ്രേംസാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സന്തോഷമാണ്. അരവിന്ദ് സ്വാമിയുടെയും കാർത്തിയുടെയും ഗംഭീരമായൊരു കോമ്പിനേഷനാണ്. മനോഹരമായ കഥ. ഇത് നമുക്ക് ഫാമിലി റിലേറ്റ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ കണ്ണ് നിറയിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മളെ ഇറക്കത്തുള്ളൂ. ഇത് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കി അങ്ങനെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സിനിമയല്ല ഇത്. ഭയങ്കര നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നമ്മുടെ ഫാമിലി മെമ്പർ മിസ് ചെയ്ത പോലെ തന്നെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അരവിന്ദ് സാറിൻ്റെ പെർഫോമൻസ് ആയാലും കാർത്തിയെ നമ്മൾ ആക്ഷനിൽ കണ്ടിട്ട് കോമഡിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ നാച്ചുറലായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം എനിക്ക് കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാഗായിട്ട് ഇത്ര മണിക്കൂർ പോയത് അറിയില്ല. ഗൃഹാതുരത്ത് നടത്തുന്ന ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വളരെ മികച്ച ഒരു നമ്മുടെ ചിത്രീകരണങ്ങളും ഒക്കെയാണ് മനോഹരമായിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. ഒരു തർക്കം ഇന്റർവെല് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ, പിന്നെ അടുത്ത് നിന്ന് കാണാനായിട്ട് അവിടെ തന്നെ സീറ്റ് ഇരുന്ന് എൻജോയ് ചെയ്യാൻ ഇറങ്ങാൻ പോലും തോന്നില്ല. അത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. സ്റ്റോറി വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും ആക്ടിംഗ് വൈസ് ആയാലും അടിപൊളിയായിട്ട് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. തീർച്ചയായും കുടുംബ സദസ്സുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഉഗ്രനായ ഒരു സിനിമയാണ് ഒരു തർക്കമില്ല കാര്യത്തിൽ മെയ്യഴകൻ. ഗംഭീരമായ അവസാനം വരെ നമ്മളെ ഇങ്ങനെ ആ ഒരു സസ്പെൻസിൻ്റെ ഒപ്പം നിസ്സാര സംഭവം എന്ന് പറയാം. പക്ഷെ അത് ഞാൻ പറയുന്നത് ശരിയല്ല. നമ്മുടെ വില്ലൻ ആ ലെവലിലാണ്, ഇതാവുന്നില്ല, വേറെ നാച്ചുറൽ ലെവലാണ്. അവരുടെ ആ കോമ്പോ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവർ ടെൻഷൻ ഹൈപ്പ് അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ആളുകൾ കാണുന്നതാണ്. പക്ഷെ അതിനെ അത്രമാത്രം മനോഹരമായ രചനയിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സിനിമ ഗംഭീരമാണ്. മെയ്യഴകൻ സൂപ്പർ ഫിലിമാണ്. കാർത്തിയും അരവിന്ദ് സ്വാമി ഒരു രക്ഷയില്ല. പ്രേംകുമാറിന്റെ മറ്റൊരു ഹിറ്റാണ് അതിൽ. അതുപോലെ മ്യൂസിക് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ എൻഗേജ്ഡ് ആയിരുന്നു. ഭയങ്കര ഫീലാണ് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക്. എന്നെ പണി വെച്ചെടുക്കാന്ന് പറയില്ല, അതുപോലൊരു ഫീലിലാണ് ഇറങ്ങി വരുന്നത്. ഒരു ലൈഫുള്ള ഫിലിം. അതുകൊണ്ട് മിസ് ചെയ്യാത്ത തിയേറ്റർ തന്നെ ഒന്ന് കാണുക. സൂപ്പർ ഒരു രക്ഷയില്ല. കാർത്തിനെയൊക്കെ സ്ക്രീനിൽ തന്നെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മൂഡാണ്, ഭയങ്കര ഒരു വികാരമാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവരുടെ ലൈഫിൽ അവരുടെ ഒപ്പം ആ സ്ക്രീനിൽ അവരുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലേക്ക് ഇങ്ങനെയൊരു പടം വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൂ. ഒരു ബിസിനസ് മാത്രമല്ല, പക്ഷെ ഒരു ലൈഫുള്ള ഫിലിമാണ് തമിഴിൽ നിന്ന് കിട്ടുന്നത്. അത് മലയാളത്തിൽ ഇഷ്ടപ്പെട്ടോ? ഫീൽ ഗുഡ് മൂവി. വേറെ ലെവൽ